ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വിശുദ്ധ വസന്തം വരവായി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500-ാം ജന്മ വാർഷികം ഇതാ ഈ റബീഉൽ അവ്വലോടുകൂടെ നമ്മിലേക്ക് വരുന്നു. 1500 വർഷം പൂർത്തിയാവുന്നു മുത്തു ജനിച്ചിട്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആ മുത്തിനെ ഇത്തിബാഅ് ചെയ്ത് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എവിടെ ഇത്തിബാഅ് നമുക്ക്? ഇപ്പോൾ ഫതുഹുൽ മുഈൻ 341-ാം പേജിൽ കാണാം. മുഹിമ്മത്തുൻ, ഇതൊരു മുഖ്യമായ മസലയാണ്. യഹ്റുമു അലർ റജുലി, ഒരു പുരുഷൻ്റെ മേൽ ഹറാമാവും. വലോ ഷെയ്ഖൻ ഹിമ്മൻ, അവൻ പറ്റ തന്തയായിട്ടുണ്ട്, പറ്റ വാർദ്ധക്യം പിടിച്ചയാളാണ്, എല്ലാ കുവ്വത്തുകളും നശിച്ചു പോയ ആളാണ്. അവനാണെങ്കിലും ശരി, എന്ത് ഹറാമാ? തഅമ്മുദു നളിരി ശൈഇൻ മിൻ ബദനി അജ്നബിയ്യത്തിൻ ഹുറത്തിൻ നൗമത്തിൻ, അടിമ സ്ത്രീയോ സ്വതന്ത്രയോ ആയ അന്യ പെണ്ണിൻ്റെ ശരീരത്തിൽ നിന്നൊരു ശകലത്തിലേക്ക് നോക്കൽ ഹറാമാണ്. ബലഗത്ത് ഹദ്ദൻ തുസ്തഹാഫീഹി, മോഹിക്കപ്പെടുന്ന വിധാനം എത്തിയ, ഇപ്പം ചെറിയ ചെള്ള് പെൺകുട്ടികളല്ല, പെണ്ണല്ല. ബലൗ ഷൗഹാ, അവൾ കാണാൻ തീരെ ചൊറുക്കില്ലാത്ത ആളാണ്, വൈരൂപ്പമുള്ളവളാണ്. ഔ അജൂസ, പറ്റ വയസ്സെത്തിയാണ്, നോക്കൽ ഹറാമാണ്. വഅക്സുഹു, അതിൻ്റെ ഓപ്പോസിറ്റും, ആ പെണ്ണ് ആണിനെ നോക്കലും ഹറാമാണ്. ചുരുക്കി പറഞ്ഞാൽ അന്യ സ്ത്രീ പുരുഷന്മാർ പരസ്പരം മനഃപൂർവ്വം നോക്കൽ ഹറാമാണ്. വൈൻ നളറ ബി ഗൈരി ശഹ്വത്തിൻ, ഒരു മോഹവിചാരങ്ങളോ ഒരു വികാരങ്ങളോ ഒന്നുമില്ല, വെറുതെ നോക്കിയാൽ അതും ഹറാമാണ്. ഔമ അമ്നിൽ ഫിത്ന, ഒരു പ്രശ്നം ഉണ്ടാവില്ല നോക്കിയാൽ, എന്നാലും ഹറാമാണ്. ഇതല്ലേ നമ്മളെ ശരീഅത്ത്, ഇതല്ലേ മുഅ്തമദ്, ഇങ്ങനെയൊക്കെ ഇതെല്ലാം മുത്ത് പഠിപ്പിച്ചത്. ഇതെല്ലാം പഠിപ്പിച്ച മുത്ത് നബിയുടെ ജന്മദിനാഘോഷം, ഇതിനെതിരെ നമ്മൾ നടത്താൻ പറ്റുമോ? ഘോഷയാത്രയാണെങ്കിലും, വൈകുന്നേര പരിപാടി, കുട്ടികളെ കലാപരിപാടികളാണെങ്കിലും, മറയില്ലാതെ ഹിജാബില്ലാതെ ഘോഷയാത്രകൾക്കിടയിൽ സ്ത്രീകൾ ഔറത്ത് മറക്കാതെ പരസ്യമായിട്ട് റോഡ്സിൽ വന്ന് നിൽക്കുക, ഓലെ മുമ്പിൽ നമ്മൾ ദഫ് മുട്ടിക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ ചാൻസ് ഉണ്ടായി കൊടുക്കുക, നോക്കാൻ ചാൻസ് ഉണ്ടാവും. ഇതൊക്കെ എന്ത് മുത്തുനബിയുള്ള ഇത്തിബാണ്. അതേപോലെ വൈകുന്നേരം രാത്രി 2-2:30 മണി വരെ ഹിജാബില്ലാതെ ലൈവായിക്കൊണ്ട് ആ സ്റ്റേജിൽ നിന്ന് സദസ്സിലേക്കും ആണിനും പെണ്ണിനും മറ തുടക്കത്തിലും പിന്നെ പൊളിക്കും. ഇതൊക്കെ എന്ത് നബിദിന ആഘോഷമായി? ഇതൊക്കെ നിർത്തിവെക്കണം. മുത്തിൻ്റെ പേരിൽ ഈ തോന്നിവാസമൊന്നും ചെയ്യേണ്ട. വൈകുന്നേരം കാര്യപരിപാടികളൊക്കെയാണെങ്കിൽ നല്ല മറ ഉണ്ടാവട്ടെ, എന്നിട്ട് ആ മറയിൽ നല്ല സ്ക്രീൻ കൊടുക്കുക. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ഇതൊക്കെ മദ്രസയിലെ സ്വതൃസ്താദുമായി ശ്രദ്ധിക്കണം. എന്നിട്ടോ കമ്മിറ്റിക്കാർക്ക് വിവരമില്ലെങ്കിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും ഇങ്ങനെ ചെയ്യേണ്ടത്. കമ്മിറ്റിക്കാർ നമ്മളെ പഠിപ്പിക്കരുത്, നമുക്കുള്ള ദീനറിയാം ഉസ്താദന്മാർക്ക്, ഓല അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കും. ഇതാണ് മുത്തിനോടുള്ള ഇത്തിബാഅ്. അള്ളാഹു ഇങ്ങനെയൊക്കെ ചെയ്യാൻ, ഇങ്ങനെ സുന്ദരമായ ഇത്തിബാഅോട് കൂടെ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.